കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നേ ദിവസവും ദൈവത്തിൻ്റെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വലിയ അനുഗ്രഹങ്ങളും വലിയ അഭിഷേകങ്ങളും ധാരാളമായി നമ്മുടെ മേൽ ചൊരിയപ്പെടാൻ പോകുന്ന നല്ലൊരു ദിവസം. ദിവസത്തിൽ നമുക്ക് ഈശോയ്ക്ക് കൊടാനുകൂടി നന്ദി പറയാം. ദിവസങ്ങൾ അച്ഛൻ നൽകുന്ന വചനങ്ങൾ ഹൃദയത്തിൽ ആഴത്തിൽ പതിയാനായിട്ട് ഇടയാകണം. തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ അനുഭവങ്ങളിലേക്ക് പോകണം. നമ്മൾ ദിവസം ഈ മണിക്കൂറിൽ ഈ സമയം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് വിടുതലിനെ കുറിച്ച്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ധ്യാനിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഡെലിവറൻസ്. വാട്ട് ഈസ് ഡെലിവറൻസ്? വിടുതൽ എന്നുള്ള മേഖലയെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ധ്യാനിക്കാൻ പോകാം. അപ്പം അതെന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യാൻ പോകും. ശരിക്കും ഇവിടെ നമ്മളൊരു വചനത്തിലേക്ക് നമുക്ക് വരാം. എഫെസോസ് ലേഖനം, പലപ്പോഴും നിങ്ങളെ പഠിപ്പിക്കുന്ന വചനം എഫെസോസ് ലേഖനം 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വചനം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുകയും സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യും. ഇപ്പൊ ഡെലിവറൻസ് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു 1-2 കാര്യം, അത് പൈശാചിക ശക്തിയുടെ അരൂപികളുടെ പൊസഷൻ മാത്രമല്ല. പൊസസ്ഡ് ആയിട്ടുള്ള അരൂപി ആവസിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട് സ്പിരിറ്റായിട്ട്. അത് ഒത്തിരി മക്കളിന്ന് കാണാൻ പറ്റും. അപ്പം അതൊരു തലമാണ്. 2, ഈ പൈശാചിക ശക്തികൾ അനേകരിൽ നിക്ഷേപിച്ചിരിക്കുന്ന ചില ശക്തികളുടെ പ്രവർത്തനങ്ങളുണ്ട്. അല്ലെങ്കിൽ വെറുപ്പിൻ്റെ, പക, നിരാശ, അഹന്ത, ധനമോഹം, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവമുണ്ട്. വീണ്ടുമുണ്ട് ഈ പൈശാചിക ശക്തികൾ ചിലരുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ട് തളർത്തിയിട്ടിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം നിരാശ, നെഗറ്റീവ് ഫീലിങ്സ്, എല്ലാം നെഗറ്റീവ് തോട്ട്സ്, ഒന്നും നടക്കില്ല. അപ്പം അതെല്ലാം ഇങ്ങോട്ട് മനസ്സിങ്ങനെ ഇടിച്ച് കളഞ്ഞിരിക്കുന്ന, തളർത്തി കളഞ്ഞിരിക്കുന്ന, ഇതിന്നെല്ലാം മോചനം കിട്ടണം. അപ്പോൾ അതുപോലെ തന്നെ പൈശാചികത്തിൽ ശരീരത്തിൽ ഇൻജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില ആസക്തികളുടെ ചില പ്രത്യേകതരം മേഖലകൾ. ഉദാഹരണം പറഞ്ഞാൽ ചിലർക്ക് ഈ മദ്യപാനത്തോടുള്ള ആസക്തി കൊണ്ടങ്ങ് തകർന്നിരിക്കുന്നു. അല്ലെ പുകവലിയുടെ ആസക്തി 10, 30, 40 വർഷമായിട്ട് ഇതിൽ നിന്ന് കരകയറാൻ ഹി കനോട്ട്. ഒരു അഡിക്ഷൻ, നമ്മൾ വാക്ക് ഉപയോഗിക്കും, അഡിക്ഷൻ. അല്ലെങ്കിൽ ചില സെക്ഷുവലായിട്ടുള്ള ചില ജഡക ബന്ധനങ്ങൾ, കൺട്രോളില്ല, അതുകൊണ്ട് സ്പിരിറ്റ് കൊടുത്ത് ഇതിനെല്ലാം മോചനം കിട്ടണം. ശരിക്കും നമുക്കൊരു അഭിഷേകമുള്ളൊരു വ്യക്തിയായിട്ട് തീരണമെങ്കിൽ നമ്മളിലുള്ള ഈ അന്ധകാരം, അശുദ്ധി നമ്മളിന്ന് കഴുകി മാറ്റപ്പെടും. ഒരു വസ്ത്രത്തിൽ ചെളി മുഴുവൻ കഴുകി കളയുമ്പോൾ നല്ല പ്രകാശപൂരിതമായ വസ്ത്രമായിട്ട് മാറുന്നത് പോലെ നമ്മുടെ ആത്മാവിനെ വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ അത് ഹോളിയായിട്ട് മാറുക. ഇന്ന് ലോകത്തിലെ പ്രശ്നം, ഈ ഹോളിയായിട്ടുള്ള ആളുകളുടെ എണ്ണം തീരെ കുറഞ്ഞു പോകുന്നു. വിശുദ്ധിയുള്ളവരുടെ എണ്ണം കുറഞ്ഞാൽ നാട് മുഴുവൻ ഇരുട്ടാവും. ജീവിതം അല്ലാതെ സൂര്യൻ പോയാലല്ല ഇരുട്ടാകുന്നത്. അല്ലെങ്കിൽ കറണ്ടില്ലാത്തതല്ല ഒരു വീടിൻ്റെ ഇരുട്ട്. വീട്ടിൽ വെച്ചാൽ ഈ ഒരു വിശുദ്ധി നഷ്ടപ്പെട്ട ആത്മാവില്ലാത്ത വീടുകൾ അന്ധകാരമാണ്. പണമുണ്ടാകാം, പക്ഷെ ഇരുട്ടാണ്. അവരുടെ ഉള്ളിൽ അന്ധകാരം, വെറുപ്പ്, വിദ്വേഷം, പക, അഹന്ത, ഇതെല്ലാം ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പം ആ വ്യക്തി ആയിരിക്കുന്ന സാഹചര്യം ഇരുട്ടാണോ, ഭയങ്കര ഡാർക്ക്നെസ് ആണ്. ദാറ്റ് ഇസ് ദ ഡാർക്ക്നെസ്. അപ്പം ഇതിൽ നിന്നുള്ളൊരു അതാണ് വിടുതൽ, ഡെലിവറൻസ് കിട്ടണം, വിടുതൽ കിട്ടണം.
അപ്പോൾ നമ്മുടെ ഇവിടെ അണക്കരയിൽ ധ്യാനത്തിന് വരുന്ന മക്കൾക്ക് പരിശുദ്ധാത്മാവ് കൃപയിലൂടെ കൊടുക്കും. ഇവിടെ ഇതെങ്ങനെയാണ്, ഇവിടെ എന്താണ് സംഭവിക്കുക, ഡെലിവറൻസ് എന്താ എങ്ങനെ സംഭവിക്കണം, കൃപ കിട്ടണം. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ, ഒരു 24-25 വയസ്സ് പ്രായമുള്ള ആൾ എൻ്റെ അടുത്ത് വന്ന് നന്ദി പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് ഒട്ടുകുത്തുന്ന അച്ഛാ ഈശോനെ ഒത്തിരി അനുഗ്രഹിച്ചു അച്ഛൻ, നന്ദി അച്ഛോ എന്നൊക്കെ പറയാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പ്രശ്നം പറഞ്ഞ അച്ഛൻ, ഞാൻ 2 വർഷം മുമ്പ് അച്ഛൻ്റെ ഇവിടെ ഒരു യുവജനങ്ങളുടെ ധ്യാനം നടന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ധ്യാനം കൂടിയതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ബന്ധനത്തിലാണ് വെച്ചാൽ, ഒരു ചെറുപ്പത്തിൽ ഒരു 5 വയസ്സ് വെച്ച് ഞാൻ ദുരുപയോഗിക്കപ്പെട്ടു. പല ആൾപ്പുറത്തേക്ക് ഹോമോസെക്സിൻ്റെ സ്പിരിറ്റ്, സഹോദരങ്ങൾ തന്നെ. അതിനുശേഷമൊക്കെ കുട്ടി അയക്കുമ്പം തന്നെ അവൻ പറയാനൊരു 15 വയസ്സിന് മുമ്പ്, പിന്നെ അതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാ തിന്മയ്ക്കകത്തും പെട്ടുപോയി. പിന്നെ ഇതിനകത്ത് കരകയറാൻ എനിക്ക് പറ്റുന്നില്ല, നിരാശനാകുന്നു, എൻ്റെ പഠനത്തെ ബാധിക്കുന്നു, എൻ്റെ സ്വഭാവം ബാധിക്കുന്നു, എൻ്റെ പപ്പയോട് മമ്മയോട് എൻ്റെ വീട്ടിലുള്ളവരോട് സഭയോടുള്ള എല്ലാം മാറിക്കൊണ്ടിരിക്കും. പള്ളി പോകാനോ താല്പര്യം, എല്ലാം വെറുപ്പ്, എൻ്റെ ആളാത്ത സ്വസ്ഥ. അങ്ങനെ ഞാൻ പഠിക്കാൻ പോകത്തെല്ലാം പ്രശ്നം, കാരണം ഇതെന്നെ ഇങ്ങനെ വേട്ടയാടും. അല്ലെങ്കിൽ ഒരു മാനസികമായൊരു പ്രശ്നമാണോന്ന് പോലും ഞാൻ അങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ അച്ഛനെ ഇവിടെ ഇങ്ങനെ 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്കുള്ളൊരു ധ്യാനം നടത്തിയ സമയത്ത് ഞാനും വന്നു. അതിൽ കുറച്ച് മുതിർന്ന കുട്ടികളുണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ ഞാനും അതിർന്ന് കൂടി വെച്ചു. അപ്പോൾ പറയാൻ ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് അവസാനം അച്ഛന് കൈവച്ച് എൻ്റെ തലയിൽ വെച്ച് ബന്ധിച്ച് ഡെലിവറൻസ് പ്രയർ എനിക്ക് തന്നു, വിടുതൽ പ്രാർത്ഥന നൽകി. ഈ വിടുതൽ പ്രാർത്ഥന കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്നൊരു ശക്തി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു. എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു, എൻ്റെ ബോഡിയിൽ തന്നെ എന്തിങ്ങനെ ഊർന്നു പോകുന്ന പോലെ, അഴിഞ്ഞു പോകുന്ന പോലെ, ഭാരം വിട്ടു വന്നു, എന്തൊരു നെഗറ്റീവ് സംഭവങ്ങൾ മൊത്തം ഇങ്ങനെ ഊർന്നങ്ങ് പോകുന്ന എനിക്ക് ഫീലിംഗ് ഉണ്ടാച്ചു. അച്ഛനെ എൻ്റെ തലയിൽ ഹോളി വാട്ടർ തളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ എനിക്കൊരു വലിയൊരു പ്രകാശം എൻ്റെ മനസ്സിനും ആത്മാവിനും. അത് ഈ ഡെലിവറൻസിൻ്റെ ഗിഫ്റ്റ് പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മളല്ല പരിശുദ്ധാത്മാവ്, അച്ഛനല്ല പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അപ്പം പറയാണ്, അച്ഛൻ ഈ സംഭവം പറ്റി 2 വർഷം കഴിഞ്ഞു. 2 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഈ തിന്മകൾ ഒന്നുമില്ല. ചെറുപ്പക്കാരനാണ് അവൻ, 24-25 വയസ്സ് പ്രായമുള്ളവന്. ഒരു തിന്മയിലും അവൻ പറഞ്ഞ് ഞാൻ അശുദ്ധമായ സ്വഭാവം എനിക്കില്ല, ഞാൻ കംപ്ലീറ്റ്. അവൻ്റെ മുഖം നല്ല പ്രകാശത്തിൽ താങ്ക്സ് പറയാൻ വേണ്ടി അവൻ്റെ അടുത്തൊരു ഭയങ്കര പഠിക്കാൻ പറ്റുന്നു, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല ഡെലിവറൻസ്. അപ്പം എൻ്റെ മനസ്സൊരു ശരിക്കും ഈശോ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അതായത് ലൂക്ക 4:18, ഈശോ വിടുതൽ മോചനം കൊടുക്കാൻ വന്ന ദൈവമാണ്, യഥാർത്ഥ വിമോചകൻ ഈശോ മിശിഹായ. ജീസസ് ഈസ് എ മൈറ്റി ഡെലിവറർ. അപ്പൊ ഈശോ പറഞ്ഞ വാക്കാണ്, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം, ഇത് പ്രഘോഷിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈശോ പറയാണ്, ഈശോയിൽ വിടുതലിൻ്റെ ആ ആത്മാവ് പ്രവർത്തി, ദൈവാത്മാവ് ചെയ്യുന്നൊരു പ്രവൃത്തിയുടെ തലം. ഈശോയിൽ ഈ അരൂപിയുണ്ട്, ആ അരൂപിയാണ് വിടുതലെടുക്കുന്നത്. ക്രൈസ്തവരി അരൂപി പ്രവർത്തിക്കാൻ കാരണം എന്താണ്? ഈശോ ദൈവവചനമാണ്, ദൈവത്തിൻ്റെ, അതായത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ വചനം വായിക്കുമ്പോൾ ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ട് ദൈവം പറയുന്നുണ്ട്, ഉണ്ടാകട്ടെ. ദ വേർഡ്, വചനം വരിക, ജീവനുള്ള വചനം. അപ്പൊ ജീവനുള്ള വചനം കയറി ചെല്ലുമ്പോൾ ദുഷ്ടാരൂപിക്ക് അവിടെ നിൽക്കാനായിട്ട് സാധ്യമല്ല. ജീവനുള്ള കൃപയുള്ള വചനങ്ങൾ ഇന്ന് സൂക്ഷിക്കേണ്ടതാണ്. ഈ കൃപയുള്ള വചനങ്ങളും കൃപയില്ലാത്ത വചനങ്ങളും വരുന്നുണ്ട്. അത് വലിയ ഡേഞ്ചറാണ്. ബി കെയർഫുൾ. അതുകൊണ്ടാണ് 2:17 പൗലോസ് പറയുന്നത്, ദൈവവചനത്തില് മായം ചേർത്ത് കച്ചവടം നടത്തുന്നവർ ചെയ്യുമ്പോൾ അത് സംഭവിക്കും. അടയാളങ്ങളൊക്കെ ഉണ്ടാവും. ചില ബഹിഷ്കരണ പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇട്ട അടയാളം കൊടുക്കും. നമ്മളൊക്കെ ഇതല്ല, അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെയൊന്നും അവർ സ്പിരിറ്റ് അവിടെ പോകേണ്ടത് സത്യാത്മാവ് പ്രവർത്തിക്കണം. ആ സത്യാത്മാവ് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവിടെ വിശുദ്ധി എന്ന തലം വേണം. വിശുദ്ധിയിലൂടെ ഒഴുകുന്ന അരൂപിയാണ് പരിശുദ്ധാത്മ. വിശുദ്ധിയിലൂടെ പരിശുദ്ധി. കാരണം ദൈവം പരിശുദ്ധമായ ഹോളി സ്പിരിറ്റാണ്. ഹോളി ആയ ആൾ, ഹോളിനെസ് വേണം. ഇവിടെ വിടുതൽ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്.
ഈശോയിലൂടെ അരൂപിയാണ് അഭിഷേകമാണ് പ്രവർത്തിക്കുന്നത്, ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഈ വ്യക്തിയുടെ അശുദ്ധിയെ, പാപത്തെ, കെട്ടുകളെ അഴിച്ചു മാറ്റുന്നത്. സഭയിലൂടെ അത് അഴിച്ച് പുറത്തു കൊണ്ടുവരും, ആ വ്യക്തി പുറത്തു വരും. അതോടെ ആൾക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നു, തിരുസഭയെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാൻ പറ്റുന്നു, ദൈവരാജ്യത്തെ ബഹുമാനിക്കാൻ പറ്റുന്നു, ഗ്രഹിക്കാൻ പറ്റുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നു. ഒത്തിരി പേർക്ക് പല കാര്യം വചനം പോലും, അത്ഭുതങ്ങൾ പോലും, അടയാളം ഗ്രഹിക്കാൻ പറ്റില്ല. കാരണം ഗ്രഹിക്കണമെങ്കിൽ അത് വേറെ തലമാണ്. ദൈവവചനം അത് ഗ്രഹിക്കണമെങ്കിൽ ദൈവം തുറന്നു തരണം. കൊളോസസ് 4:2 പറയുന്ന പോലെ ദൈവം വചനത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നൊരു സംഭവം, ദൈവം തുറക്കണം. അതുകൊണ്ടാണല്ലോ ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 8 മുതൽ വചനം വായിക്കുമ്പോൾ, ദാനിയേലേ നീ നിന്റെ വഴിക്ക് പോകുക, ഈ വചനം അവസാനം വരെ അടച്ച് മുദ്ര വെച്ചതാണ്. ഇപ്പം വീണ്ടും തിരിച്ചു വരിക. അതായത് ഈശോ ദൈവവചനമാണ്, സത്യവചനമാണ്, ജീവൻ. അതായത് യോഹന്നാൻ 6:63 ഈശോ. അതായത് ഈശോ പറഞ്ഞു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനും. അപ്പൊ ശരിയായ സത്യവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് ഈ ഡെലിവർ സംഭവിച്ചു കൊണ്ടിരിക്കും. വചനമാകുന്ന വാളെടുത്തു കഴിഞ്ഞാൽ ഡെലിവർ സംഭവിക്കും. വേറെ എന്തെടുത്താലും ഈ സംഭവിക്കില്ല. ദൈവവചനം, ഈശോ വചനം തന്നെ. അതുകൊണ്ടാണ് ഈശോ ഒരാളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോ പൈശാചികത്തെ ശാസിക്കുമ്പോൾ ആ നിമിഷം ആ തിന്മയുടെ അരൂപി അല്ലെങ്കിൽ ആ ശക്തി, ആ പാപശക്തി ആ വ്യക്തിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ ഇറങ്ങിപ്പോകും. ആ കൂട്ടത്തിൽ ചിലപ്പം രോഗങ്ങൾ അഴിഞ്ഞു പോകും. ആ കൂട്ടത്തിൽ ചിലപ്പോൾ ആ മനുഷ്യനിലെ എല്ലാം ആകുലതകൾ വിട്ടുപോകും, ഭയം വിട്ടു എല്ലാം. ഞാൻ കണ്ടുകൊണ്ട് ചിലർക്ക് ഡെലിവറി പ്രയർ കിട്ടിക്കഴിയുമ്പോൾ വലിയൊരു മാറ്റം, ടോട്ടൽ ചേഞ്ച് സംഭവിക്കുന്നത് കാണാൻ പറ്റും. അത് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിൽ വിടുതൽ സംഭവിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെയാണ് വചനമാകുന്ന വാൾ എടുക്കണം. വചനം പഠിക്കണം, വചനം പഠിക്കുക, വചന ഹൃദയം സൂക്ഷിക്കണം. ഇന്ന് പറ്റുന്നത് നമ്മൾ ഇരുട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ലോകത്തിൻ്റെ പ്രബോധനങ്ങൾ, ലോകത്തിൻ്റെ ടീച്ചിങ്സാണ് നമ്മളെ ഇരുട്ടിലേക്ക്, അന്ധകാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പലരെയും പ്രബോധനം അതാണ് സൂക്ഷിക്കണം. അതായത് 2 തിമോത്തി 4:3 പറഞ്ഞു, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു, കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാണ്, അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രസംഗകരെ വിളിച്ചു. അവർ കെട്ടുകഥ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മളൊക്കെ ഇരുട്ടിൻ്റെ മക്കളായിട്ട്. ഇന്ന് സമൂഹത്തിൻ്റെ പ്രശ്നം കരണ്ട് പോയതല്ല പ്രശ്നം, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നല്ല പ്രശ്നം. ഇതെല്ലാം അവനിൽ അന്ധകാരം കയറുന്നു, അവൻ പാപം കയറുമ്പോൾ ഇരുട്ടുണ്ട്. നമ്മളറിയാതെ തന്നെ മദ്യപാനിയുടെ മനസ്സിനൊരു ഇരുട്ടുണ്ട്. അനേകരെ കുറ്റം പറയുന്ന, വിമർശിക്കുന്ന, അല്ലെങ്കിൽ വെറുപ്പും വിദ്വേഷവും വിതറുന്ന ആളിൽ ഒരു വലിയൊരു ഇരുട്ടുണ്ട്, ഒരു അന്ധകാരം. അതിൻ്റെ അടുത്ത് നമുക്കൊരു അന്ധകാരം ഉണ്ടാകുകയും, ചീത്ത വിളിക്കുന്ന, ശപിക്കുന്ന, മറ്റുള്ള വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന, കൊലപാതകം ചെയ്യുന്ന, അല്ലെങ്കിൽ അബോർഷനുകളൊക്കെ ചെയ്യുന്ന ചില ആളുകളിൽ അത്തരം ആളുകൾക്ക് ഇരുട്ട് പുറമുണ്ട്. there is a darkness inside. അപ്പം ആ ഇരുട്ടാണ് ആ പ്രശ്നത്തിന് ചില വ്യഭിചാരത്തിൻ്റെ, മ്ലേച്ഛതയുടെ, ജീവൻ അതൊരു ഇരുട്ട്. ഇറങ്ങിപ്പോണമെങ്കിൽ വചനം ചെല്ലണം, ദൈവവചനം ചെല്ലുമ്പോഴാണ് അവിടെ നിന്ന് ഈ അന്ധകാരം പുറത്തിറങ്ങി ആൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്, യഥാർത്ഥ സ്വാതന്ത്ര്യം. അവിടെ അരൂപിയുള്ള വചനം പറയും. വിശ്വനുണ്ട് ഈശ്വര വചനത്തിന് പ്രത്യേകത, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞാണിത് പറയുന്നത്, അല്ലാതെ സ്വയം ബുദ്ധി ഉപയോഗിച്ച് പറയുന്ന ഈശോ അല്ല അവിടെ കണ്ടുമുട്ടുന്നത്. ബുദ്ധി ഉപയോഗിച്ചാൽ അതവിടെ ആത്മാവുള്ള അഭിഷേകമുള്ള വാക്ക്, വചനം അത് വരികയാണ്. അത് നമ്മളോട് ഒടുകാനായിട്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. വചനത്തിൽ ഓരോ വചനം. അതുകൊണ്ട് ഇവിടെയാണ് പൗലോസ് പറയുന്നത്, 1 തെസ്സലോനിക്കർ 4:3 അർത്ഥം മനസ്സിലാക്കി, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് വിശുദ്ധീകരണം, ഡെലിവറൻസ് ആണത്. നിങ്ങളുടെ ആത്മാവിനെ വിടുതൽ കൊടുക്കുക, പാപത്തിൻ്റെ, പൈശാചിക ശക്തികളുടെ എല്ലാത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുക. അതാണ് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുക. അപ്പോൾ ഡെലിവറൻസ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിടുതൽ കിട്ടിയാൽ നിങ്ങളിങ്ങനെ പറന്നുയരും, ദൈവത്തിലേക്ക് പറന്നുയരും. പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ല സുഖമാണ്.
നല്ല ആനന്ദമാണ്, നല്ല ആനന്ദമാണ്, സമാധാനമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ദുഃഖം വരത്തില്ല. ദൈവിക കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് തളരത്തില്ല. ഈശോയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടിയൊക്കെ അധ്വാനിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അധ്വാനിക്കുന്നത് നമ്മുടെ ഈ ബോണ്ടേജസ് ആണ്, നമ്മളിലെ ഈ ഇരുട്ടാണ് നമ്മൾ നിരാശപ്പെടുന്നത്. എന്ത് ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യം, അല്ലെ പള്ളി പോയിട്ട് വന്ന കാര്യം, അങ്ങനത്തെ നെഗറ്റീവ്, അതല്ല ഈ ഇരുട്ടാണ് നമ്മൾ വിട്ട്. അത് അസൂയയുടെ ഈ നമുക്കറിയാം മൂലപാപങ്ങൾ പറയുന്നത്, കോപം അല്ലെങ്കിൽ വെറുപ്പ്, അഹങ്കാരം തുടങ്ങിയ സംഭവം ഉണ്ടല്ലോ. അത് ആ സംഭവങ്ങൾ, ആസക്തികൾ, അലസതയെ, അസൂയ തുടങ്ങിയത് ഈ മൂലപാപങ്ങളുണ്ടല്ലോ. ആ അശുദ്ധി, ജഡികാസക്തി, ഇതെല്ലാം ഇത് കിടക്കുന്നു. ഇതാണ് അത് ഡെലിവറൻസ്. അത് വിട്ടുപോകണം. അത് പൈശാചിക ശക്തികളുടെ ഒരു പ്രവർത്തനമാണ്. അതൊക്കെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്ന് പറയാൻ കാരണം, ശരിക്കും സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തി വചനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഡെലിവറൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അഭിഷേകം ഇറങ്ങുക. കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വിടുതൽ കിട്ടുക. അപ്പൊ വചനം കേട്ടുകൊണ്ടിരിക്കണം. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിറങ്ങും, അഭിഷേകം. ഏറ്റവും കൂടെ പരിശുദ്ധമാണ് അഭിഷേകമുള്ള ദൈവവചനം വെച്ചാൽ അഭിഷേകമുള്ള വചനം വരണം. അനോയിന്റഡ് ആയിട്ടുള്ള ശുശ്രൂഷകർ സഭയിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കണം, അനോയിന്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് തിരിച്ചറിയും. അത്ഭുതങ്ങൾ, അടയാളങ്ങളല്ല, അങ്ങനെയുള്ള വിടുതൽ അല്ലത്. അതുകൊണ്ട് കാര്യം ഇപ്പം ചിലരുണ്ട് ഓടുന്നുണ്ട് പല അത്ഭുതങ്ങൾ കിട്ടാൻ, അനുഗ്രഹങ്ങൾ കിട്ടാൻ, സാമ്പത്തിക കാര്യം, ജോലിക്കാരും. അത് കിട്ടിയോണ്ട് നമ്മുടെ വിടുതൽ കിട്ടും. മനുഷ്യന്റെ പ്രശ്നം മാറണമെങ്കിൽ അവനിലെ നിങ്ങൾ വിശുദ്ധീകരണം, ഡെലിവറൻസ്, ആന്തരികമായ വിടുതൽ, മാനസികമായ വിടുതൽ, ശാരീരികമായ വിടുതൽ, എല്ലാ പൈശാചിക കെട്ടുകളിൽ നിന്നുള്ള പുറത്തു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിന്റെ കാഴ്ചപ്പാട് മാറും, നിന്റെ ബോധ്യങ്ങൾ മാറും. നിനക്കപ്പോൾ ഈശോയുമായിട്ട് നല്ലൊരു ബന്ധമാവുന്നു. ഈശോയുമായിട്ട് ഇപ്പോൾ ഒരു ഐക്യം ഉണ്ടാകാത്തത് ഈശോയുടെ കുഴപ്പം കൊണ്ടല്ല, നിന്നിലെ അശുദ്ധീകരിക്കുന്നതുകൊണ്ടാണ്. ഈശോയുമായിട്ടൊന്ന് ഐക്യം, ആത്മാവിന്റെ ഐക്യമാണ്. 1:10 പറയുന്ന പോലെ ഏക മനസ്സും ഏക ആത്മാവും ഒരു ഹൃദയം ആകാത്ത ഈശോയുമായിട്ടങ്ങ് യോജിക്കാത്തതിൻ്റെ കാരണം നിന്നിൽ ഏതോ അശുദ്ധി. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവീക കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല, സഭയെ അംഗീകരിക്കാൻ പറ്റും, കൂദാശകളെ അംഗീകരിക്കാൻ, വചനം ഉൾക്കൊള്ളാൻ. കാരണം അശുദ്ധി എതിരെ. അതുകൊണ്ടാണല്ലോ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പറ്റാതെ പോകുന്നു. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവണത, ആത്മാവിൻ്റെ പ്രവണത, ഇത് തമ്മിൽ അടിക്കുന്നത് കൊണ്ട്, യുദ്ധം ചെയ്യുന്നത് കൊണ്ട്, വഴക്കിടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്തുതിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനത്തെ നിങ്ങൾ എടുക്കണം. അതാണ് വചനം പറയുന്നത്, പിശാചിൻ്റെ ശക്തിയെ തോൽപ്പിക്കാൻ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കാൻ. അത് വാള് തന്നെയാണ്. വചനം വരുമ്പോൾ ഈ ദുഷ്ടാരൂപി ഛേദിക്കപ്പെടും. അത് എങ്കിലും അത് പുറത്തു പോകും. അല്ല, ഒരിക്കലും ഇത് പുറത്തു പോകില്ലത്. വേറെ എന്ത് കാണിച്ചാലും ചിലപ്പോൾ ഞാൻ കാണാറുണ്ട്, ചിലർ ഡെലിവറൻസിൻ്റെ പ്രയർ മാത്രം നടത്തിക്കണം. അത് തന്നെ കൊണ്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ശുദ്ധമായ വചനം ഒഴുകപ്പെടണം. ദൈവവചനം, അത് വെള്ളം ചേർക്കാത്ത, അതായത് തന്നിഷ്ടം പോലെ വ്യാഖ്യാനിക്കാത്ത പരിശുദ്ധാത്മാവിൻ്റെ വചനത്തെ അതേപടി കൊടുത്തു കഴിയുമ്പോൾ അവിടെ ബന്ധനം അടിയുന്നു, സാത്താൻ്റെ പീഡകൾ വിട്ടുപോകുന്നു, പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നു, അടയാളങ്ങൾ ഉണ്ടാകുന്നു, അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു, സൗഖ്യമുണ്ട്, എല്ലാം സംഭവിക്കും. ഇപ്പം ദൈവവചനം നമ്മുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തട്ടെ. കൃപയ്ക്കുമേൽ കൃപ നമ്മുടെ മേലുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കട്ടെ. ദുഷ്ടപിശാചിന്റെ അടിമത്തം അവസാനിക്കട്ടെ. ഇന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ആത്മാവിലും ശരീരത്തിലും മനസ്സിലും കെട്ടിക്കിടക്കുന്ന പൈശാചിക ശക്തികൾ, രോഗങ്ങളുടെ തകർച്ചകളുടെ ബന്ധനങ്ങൾ, പൈശാചി പാപങ്ങൾ, കുടുംബത്തെ വേട്ടയാടുന്ന സാത്താൻ്റെ ഓരോരോ പ്രവർത്തനങ്ങളെ മുഴുവൻ ഉദ്ധിതനായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവായ യേശു തിരുസഭയിൽ എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ പ്രത്യേക കൃപയും അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ശക്തി ഉപയോഗിച്ചുകൊണ്ട്, ലൂക്ക 9:1-2 അധികാരവും ശക്തി ഉപയോഗിച്ചുകൊണ്ട് ബന്ധിക്കുകയും ശാസിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. ദുഷ്ടാരൂപികൾ ഈ മക്കളെ വിട്ട് നിത്യനരകത്തിലേക്ക് പോകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ വിശുദ്ധി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ആമേൻ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമ സഭയുടെ കൂട്ടായ്മയിൽ
ആത്മാവെത്തി മഴ പെയ്തതുപോൽ ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവെത്തി മഴ പെയ്തതുപോൽ ആത്മാവെത്തി നാളങ്ങൾ മഴയായി പെയ്യട്ടെ. അഭിഷേകം ഒറ്റ വിളിച്ചോയേ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. തിരുസഭയിൽ ജീവനോടെ വാഴുന്ന ഉദ്ധിതനായ ഈശോമിശിഹായുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ ദിവ്യകാര്യത്തിൽ എഴുന്നള്ളി വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള ഓരോ മകന്റെയും മകളുടെയും കുടുംബത്തിലും ജീവിതത്തിലും ആത്മാവിലും ശരീരത്തിലും മനസ്സിലും പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര അരൂപികളോടുമായിട്ട് കൽപ്പിക്കുകയാണ്. ഈ സ്ഥലത്തുള്ള മുഴുവൻ ദൈവമക്കളിലും രഹസ്യമായോ പരസ്യമായോ അന്ധകാരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ അരൂപികളോട് കൽപ്പിക്കുന്നു. യേശുനാമത്തിൽ കത്തിക്കുന്നു. ബന്ധുശേഷുവിന്റെ കാഴ്ചപ്പാട്ടിലേക്ക് പ്രവേശിക്കുക. ദേശത്തുള്ള കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന വെറുപ്പിന്റെ ആത്മാക്കള്, നിരാശയുടെ ആത്മാക്കള്, കുറ്റബോധത്തിന്റെ ആത്മാക്കള്, മാനസിക രോഗങ്ങളുടെ ബന്ധനങ്ങള്, പൈശാചിക രോഗബന്ധനങ്ങൾ, ഭയത്തിന്റെ ബന്ധനങ്ങള്, അസ്വസ്ഥതകളുടെ ബന്ധനങ്ങളാൽ കഴിയുന്ന ആരെല്ലാം ഈ കൂട്ടായ്മയിലെ കുടുംബങ്ങളുണ്ടോ ആ മക്കളുള്ള ഈ അന്ധകാര ശക്തികളെ 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന യേശുനാമത്തില്. ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, കൈനോട്ടം, രാഹുകാലനോട്ടം, പൈശാചിക ശക്തിയിൽ ആരാധിക്കുന്ന മക്കള്, വിഗ്രഹ ആരാധനയ്ക്ക് പോകുന്ന മക്കള്, ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ്, സാത്താന്റെ ആരാധന കേന്ദ്രങ്ങളിൽ പോകുന്ന മക്കള് ആരെല്ലാം ഉണ്ടോ അവനിലും അവളിലും കുടുംബത്തിലും രഹസ്യമായി പരസ്യമായി പ്രവർത്തിക്കുന്നു ആ പുരാതന സർപ്പത്തെ ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ചിരിക്കുന്നു. ബന്ധുശേഷുവിന് കാഴ്ചപ്പാട്ടിലേക്ക് പ്രവേശിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ വ്യക്തികൾ പ്രവർത്തിക്കുന്ന മദ്യപാനത്തിന്റെ, പുകവലിയുടെ, മയക്കുമരുന്നിന്റെ, കഞ്ചാവിന്റെ അവിഹിത ബന്ധങ്ങൾ, പ്രേമബന്ധം, വ്യഭിചാര, സ്വയംഭോഗം, സ്വവർഗരതികളോ, ദുഷ്ടപിശാചുക്കൾ ഈ കൂട്ടായ്മയിലുള്ള കുടുംബങ്ങളിലോ ആരെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അവരിലും അവളിലുമുള്ള ദുഷ്ടാരൂപികളെ, പൈശാചിക ആത്മാക്കളെ ഉദ്ധിതനായ യേശുനാമത്തിൽ മർക്കോസ് 9:24-25 വചനം കൊണ്ട്, 1 യോഹന്നാൻ 3:8 വചനം കൊണ്ട്, എസ് 22:28 വചനം കൊണ്ട്, എഫെസസ് 6:17 വചനം കൊണ്ട് ബന്ധിക്കുന്നു. ബന്ധുശേഷുവിനെ കുറിച്ച് ചുവട്ടിലേക്ക് നിലയ്ക്കാതെ സ്തുതിക്കട്ടെ.